ഞാനിപ്പോ ഇവരെ വീട്ടുകാരെ കണ്ടിട്ടോ നാട്ടുകാരെ കണ്ടിട്ടോ ഒന്നും കണ്ടിട്ടല്ല ഇതിൽ പിന്നിൽ നിൽക്കണേ. ഇതിന്റെ മുകളിൽ ഒരുപാട് നഷ്ടങ്ങൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഞാൻ അനുഭവിച്ചു. വണ്ടി വരെ വിറ്റു അല്ലെ? ക്രെയിൻ ഉണ്ടായിരുന്നു, അത് വിറ്റ് അത്രയും എക്സ്പെൻസ് ആണ് ശരിക്കും. എക്സ്പെൻസ് ഭയങ്കരമാണ് വരുന്നത്. നമുക്ക് മാറി നിൽക്കാൻ പറ്റൂല. അവിടുത്തെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ ഈ വരുന്ന ആളുകൾക്ക് അറിയില്ല ഇതൊരു വിജനമായ സ്ഥലമാണ്, ഇവിടെ ഭക്ഷണം കിട്ടില്ല, വെള്ളം കിട്ടില്ല. അവിടെ ഉള്ള ആളുകൾ ഒരു ബക്കറ്റ് വെള്ളം പോലും കൊണ്ടേക്കില്ല. ഞാൻ വയനാട്ടിലും പോയി, ഒരു ദിവസം ഞാൻ വയനാട്ടിൽ പോയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സ് ഈ അർജുന്റെ വിഷയം ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും വയനാട്ടിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച ആളാണ്. അപ്പൊ ജസ്റ്റ് ഒന്നെങ്കിലും ഒരു ദിവസം പോയി വരാം. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ 100 മീറ്ററിൽ ഭക്ഷണങ്ങൾ കൊണ്ട് കളിയാ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മാധ്യമപ്രവർത്തകരായാലും മറ്റുള്ള ആളുകൾ നിൽക്കുന്നത് ഇത്രയും കണക്കിൽ ആളുകൾ, 150-200 ആളുകൾ അവിടെ മലയാളികൾ നിൽക്കുന്നത് മുഴുവൻ പട്ടിണിയില്. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എനിക്കും വേണ്ടിയിട്ട്, എന്റെ അർജുനും വേണ്ടിയിട്ടാണല്ലോ ഈ ആളുകൾ വരുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പൊ അവർ പോറ്റുമ്പോ ഉള്ള ചെലവ് എത്ര ഉണ്ടാവും? ആ ചെലവുകൾ അതൊന്നും ഒരു പ്രശ്നമില്ലേനു. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെനക്കെടുന്നത് മെനക്കെടാതെ എന്താ പറയാ, മെനക്കെട്ടിട്ട് കിട്ടാതാണെങ്കിലും ഒക്കെ അവിടുത്തെ ജില്ലാ ഭരണകൂടം ഒന്നും മെനക്കെട്ട് നോക്കിയിട്ടില്ല. മെനക്കെടുമ്പോ അതിന്റെ റിസൾട്ട് വരുന്നുണ്ട്. അതിന്റെ പാർട്സ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അടുത്തേക്ക് പോയി കൊണ്ടിരിക്കണം. നമ്മളെ ലൊക്കേഷൻ അറിയില്ലല്ലോ, പ്രോപ്പർ ലൊക്കേഷൻ. ആ വെള്ളത്തിലോ ഇപ്പോഴും എന്താ പറഞ്ഞ ഈ ലോകേഷ് ജഗന്നാഥനും ഒക്കെ മിസ്സിങ് ആയില്ലേ. ഓരോ ഫാമിലിയും കൂടി നമ്മളെ ഫാമിലിയായി മാറി. നമ്മൾ ഒരു മാസം കൊണ്ട് അവിടെ നിന്നോട് കൂടി ഈ കുട്ടികൾ എന്നെ വിളിച്ചും കൊണ്ട് നിൽക്കുകയാണ്. ഈ കുട്ടികളെ വീട്ടിൽ ഞാൻ പോയിട്ട് കണ്ടിട്ട്, നമ്മളെ നാട്ടിലും അങ്ങനത്തെ ഒരു വീടുണ്ടാവില്ല. ആ പെണ്ണുങ്ങള് 4 പെണ്ണുങ്ങൾ അവിടെ അനാഥരായി. ഇത് കണ്ടിട്ട് ഒരു മനസാക്ഷിയുള്ള മനുഷ്യന് എന്തായാലും ഇത് നോക്കി നിൽക്കാൻ കഴിയൂല. നമ്മൾക്ക് എന്തായാലും ഓർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത്. ആ കുട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവണം. ഇതൊന്നും ഓരോ 4 തിരിഞ്ഞു വെക്കാനില്ല. അങ്ങനത്തെ ഒരു നാടാണ്. അവിടെ ഉള്ള ആളുകൾക്ക് ഒരു വാല്യൂസ് ഇല്ല. ജാതി, മതം, മറ്റുള്ള വിഭാഗങ്ങളിൽ വിഭജിച്ച് ഇങ്ങനെ കിടക്കുക എന്നുള്ളൂ. ഇവർക്ക് വന്നിട്ട് നിന്ന് സംസാരിക്കാൻ പോലുള്ള ഒരു അവസ്ഥ അല്ല അവിടെ ഉള്ളത്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനും വേണ്ടിയിട്ട് പൊരുതുന്നത് ഈ ആ മനുഷ്യൻ 3 ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഏരിയ ആണ് ഇടിഞ്ഞു പോയത്. നമ്മൾ ചിലപ്പോ വീഡിയോയിലൊക്കെ ഡ്രോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ മൊത്തം റെഡ് കളർ കാണുക. അതൊക്കെ മൊത്തം ഇടിഞ്ഞതല്ല, അതിൽ ചെറിയ ഭാഗം മാത്രം ഇടിഞ്ഞിങ്ങോട്ട് പോകുന്നത്. അതിൽ നമ്മളൊരു 2 ട്രക്ക്, അതായത് ആ ടാങ്കർ ലോറിൻ്റെതും നമ്മളെ വലിയൊരു മരവണ്ടിയും കാണാനില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് തപ്പി പിടിക്കാൻ ഈ സിസ്റ്റത്തിന് കയ്യിലില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യന്റെ പുരോഗമനം, തീർച്ചയായും നമ്മളൊക്കെ അഭിമാനം കൊള്ളുന്ന ഇന്ത്യന്റെ പുരോഗമനം. ഇന്നിപ്പോ ഒരു ഫേസ്ബുക്കിൽ ഞാൻ കണ്ട് ചൊവ്വയില് വെള്ളം കണ്ടു. അപ്പോഴാണ് കുറെ ആൾക്കാർ അതിന്റെ അടിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ വായിച്ചത് ഈ അർജുനെ കണ്ടുപിടിക്കാൻ കഴിയാത്തോടത്ത് എന്ത് ചോദിച്ചു അവിടെ തിരിച്ചു പോകാൻ നിൽക്കുക അല്ലെ? തിരിച്ചു പോകണം. ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അറിയില്ല. ഞാൻ ശിരൂരിലേക്കാണോ പോകേണ്ടത് അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കാണോ പോകേണ്ടത്? ബാംഗ്ലൂർ പോയിട്ട് കേസ് ഇപ്പം പ്രശ്നം, ടെക്നിക്കലി പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാൽ ഏതോ ഒരു മനുഷ്യനെയാണ് കേസ് കൊടുത്തത്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജുനെ കണ്ടുപിടിച്ച് തെരച്ചിൽ നിർത്തരുത് എന്നുള്ള രൂപത്തിൽ ആ കേസ് തേർഡ് പാർട്ടിയാണ്. ഇത് നമ്മളോ ലോറിയുടെ ഉടമകളോ അല്ലെങ്കിൽ അർജുന്റെ ഫാമിലിയോ എല്ലാം കൊടുത്തത്. അദ്ദേഹത്തിന്റെ കേസിന്റെ മുകളിലാണ് ഇപ്പൊ അത്. അദ്ദേഹത്തിന് ആയിക്കോട്ടെ, ഈ കോടതിക്ക് ആയിക്കോട്ടെ, എക്സാക്ട് ഗ്രൗണ്ട് റിയാലിറ്റി എന്താന്നുള്ള അറിയില്ല. ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുകയാണ്, കുറച്ച് ദിവസം മുമ്പത്തെ കഥ. 2ാം ഘട്ടത്തിൽ തുടങ്ങാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ രാവിലെ പോവും, പിന്നെ തിരിച്ചു റൂം പോവും, പിന്നെ വൈകുന്നേരം ഒന്ന് പോവും. അതേമാതിരി രാവിലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ 24-ലുള്ള ഒരു ചാനലില് ലൈവായിട്ട് എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞ്, അപ്പൊ മറുകരയെന്ന് ഞാൻ കേൾക്കണത് കുത്തൊഴുകി പോണ അപകട രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കണ പുഴയിൽ എങ്ങനെ തിരയാനാണെന്ന് DK ശിവകുമാർ ചോദിക്കുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കുമ്പോ ഈ പുഴക്കറിയില്ല വലത്തോട്ടേക്ക് ഒഴുകണോ ഇടത്തോട്ടേക്ക് ഒഴുകണോ. സ്റ്റില്ലായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്. ഇതാണ് അവസ്ഥ. അതായത് അവിടെ വന്ന് ഗ്രൗണ്ട് റിയാലിറ്റി കണ്ടാലേ മനസ്സിലാവുള്ളൂ ഇതൊന്നുമല്ല. അത് മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായി, മറ്റുള്ളവർക്ക് മനസ്സിലായപ്പോഴാണ് പിന്നെ 2ാമത് തെരച്ചിൽ തുടർന്നത്. പക്ഷെ എന്താണെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ കോടതിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടിക്കണ്. അവിടെ ഭയങ്കര അപകടാവസ്ഥയിലാണ് പുഴ ഒഴുകുന്നത്, 0 വിസിബിലിറ്റി, പല കാരണങ്ങൾ പറഞ്ഞിട്ട് അവിടെ ഒരു പ്രശ്നമില്ല. നമുക്കിപ്പം വേണ്ടിയത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് സ്വതന്ത്രമായിട്ട് ഞങ്ങളെ ഈ വിഷയം എന്താ പറയാ
തിരയാൻ അവസരം തരിക. വേറെ ആരും അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇനി എന്തെങ്കിലും മിഷനറി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നക്കാപ്പിച്ച എന്തിനാ? എനിക്ക് ഭയങ്കര അരിശം തോന്നുന്നു. 1 കോടി റുപ്യ മുടക്കാൻ വരെ എടുത്തില്ലെങ്കിൽ ഈ ദുരിതാശ്വാസ ഫണ്ട്, മറ്റേ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ആ ഫണ്ട് ഈ ഫണ്ട് പറഞ്ഞിട്ട് അതിൽ 96 ലക്ഷം റുപ്യ വരെ എടുത്തില്ലെങ്കിൽ നമ്മൾ പുര വിറ്റിട്ടായാലും കൊടുക്കും. ഇനി ഇല്ലെങ്കിൽ പിച്ചച്ചട്ടി എടുത്തിട്ടായാലും ഇറങ്ങിയിട്ടായാലും ഈ 1 കോടി റുപ്യ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ശരിക്കും പ്രതീക്ഷ പോയോ? അല്ല, ഈ എന്താ പറഞ്ഞാൽ ഇവർക്ക് ഇപ്പൊ നമ്മളൊരു ലോറി കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് വരുകയാണെങ്കിൽ 1.5 ലക്ഷം റുപ്യ ടാക്സ് ഇനത്തിൽ വരുന്നുണ്ട് ഓരോ ലോഡിനും. ഇന്ത്യ മാത്രമല്ല, പല ആളുകളുടെ ലോഡിനും 1.5 ലക്ഷം റുപ്യ മിനിമം കർണാടക ഗവൺമെന്റിലേക്ക് ടാക്സ് ഇനത്തിൽ പോകുന്നുണ്ട്. എത്ര കൊല്ലം ഈ പരിപാടി ചെയ്യുന്നു? ഈ പൈസകളൊക്കെ കിട്ടിയിട്ട് അതിൽ നിന്ന് ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 96 ലക്ഷം റുപ്യ ഇവർക്ക് എടുത്തിട്ട് ഈ 3 മനുഷ്യന്മാർ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ കഴിയില്ലെങ്കിൽ അതിന് താഴെ മേലെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ പൈസ ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് ആ സമ്മതം തരിക. ഓക്കെ, നിങ്ങൾ തെരഞ്ഞോളി. താങ്കൾ പറയുന്ന പോലെ തന്നെ ഇനിയിപ്പം സർക്കാർ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ അതിന്റെ സംവിധാനങ്ങൾ തരാനുള്ള പെർമിഷൻ തരാം. അതേ ആവശ്യമുള്ളൂ. അതിന് ആരൊക്കെ ആ വെള്ളത്തിൽ നിലപാട് ശരിക്കും അർജുനെ കിട്ടണം എന്നുള്ളത് തന്നെ മാത്രമേ ഉള്ളൂ. ആ വണ്ടി പോലും വേണ്ട. ജസ്റ്റ് മേലെ ഒന്ന് പൊന്തിച്ച് ആ ക്യാബിന്റെ ഉള്ളിൽ നോക്കുക, അർജുൻ ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ അവനെ പുറത്തേക്ക് കൊണ്ടുവരിക. ആ വണ്ടി അവിടെ തന്നെ ഇട്ട് പരിപാടി കഴിഞ്ഞു. എനിക്കും കയ്യും കാലും കയ്യും വീട്ടിലേക്ക് പോകണം. അത്രേ ഉള്ളൂ ആവശ്യം. എന്തൊരു അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ. ഇത് കണ്ടിട്ട് എന്താണ് ഇത് ചില ആളുകൾ വരിക്കും ഇത് എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്? വാശി അവിടെ വന്ന് കണ്ടാൽ മതി. വളരെ ചെറിയ സ്ഥലത്ത് കുറച്ച് മണ്ണ് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ വാഹനം പോയിട്ടുണ്ടെങ്കിൽ എന്തിനേറെ പറയുന്നു. നമ്മുടെ വയനാട്ടിൽ 25 കിലോമീറ്റർ ദൂരമാണ് ശരിക്കും ആളുകൾ ഒലിച്ചു പോയത്. അവിടെ നിന്ന് വരെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ആളുകളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിൽ ശരിക്കും ഈ നിങ്ങൾ പറയുന്ന 200 മീറ്റർ സ്ഥലത്ത് ഈ എടുക്കാൻ കഴിയില്ലെങ്കിൽ പരാജയം തന്നെയാണ്. നമ്മളെ ഇന്ത്യക്ക് തന്നെ മോശം. അതിലപ്പുറത്തേക്ക് മനാഫ്ക വല്ലാത്തൊരു സങ്കടം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ചാനൽസുകൾ പല ന്യൂസുകൾ കിട്ടുമ്പോൾ മാറി പോയിക്കൊണ്ടിരിക്കും. അപ്പോ മുൻപൊക്കെ ചാനലുകൾ നല്ല രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. അവർക്ക് പല സെൻസേഷൻസ് കിട്ടുന്ന സമയത്ത് മാറും. ഇവരെന്നാണ് ഈ ചാനലുകൾ തന്നെയാണ് ഇതൊക്കെ കൊണ്ട്. അപ്പോ ഞാൻ ഡ്രൈവേഴ്സിനോട്, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ഡ്രൈവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, മനാഫ്കനെ ഫോളോ ചെയ്യണം. മനാഫ്ക ഒരു ചാനലുണ്ട് നമുക്കല്ലേ, ഇപ്പൊ ഉണ്ടാക്കിയത്. ആ ചാനൽ ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം. കാര്യം നിങ്ങളുടെ സപ്പോർട്ട് ശരിക്കും എന്തുണ്ട് ഇവർക്ക് വേണം. ഒരു മുതലാളി എന്നുള്ള ലെവലിലേക്ക് ഞാൻ എപ്പോഴും മനാഫ്കനെ നോക്കി കാണുന്ന സ്ഥിതിക്ക് ഒരാള് മിസ്സായി, ഒരു സ്റ്റാഫ് മിസ്സായിട്ട് ഇത്രത്തോളം പണിയെടുക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കാര്യം അത് എന്താണെന്ന് ചോദിച്ചപ്പോ മനാഫ്ക തന്നെ പറയാതെ എന്തുകൊണ്ടാണ് അത്തരം രീതിയിലേക്ക്. ഇപ്പം ഒന്ന് ആ സൗഹൃദം വീട്ടിലായാലും ഇന്നും കുട്ടികൾ കിടന്നുറങ്ങുമ്പോ, ഇന്നലെയും ഞാൻ ഇപ്പൊ കുറെ ദിവസത്തിന് ശേഷം നാട്ടിലേക്ക് വരികയാണ്, അതിന്റെ കുട്ടികള് എന്നും എന്താ പറയാ ആയത്തെക്കുറിച്ച് ഓതിയിട്ട് 10 ആയത്തെക്കുറിച്ച് ഓതിയിട്ടാണ് എന്താക്കണത്, കിടന്നുറങ്ങണത്. ഇപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാ കിടന്നുറങ്ങണത്. അപ്പൊ ഈ കുട്ടികൾ ഡെയിലി ഇത് ഓതുമ്പോ ഓൽക്ക് തന്നെ എന്താണ് നമ്മൾ ഓതിയിട്ടൊന്നും ഇതിനുള്ള ഒരു എന്താ റിസൾട്ട് വരുന്നില്ലേ. അപ്പൊ എന്റെ ഫോൺ വരുമ്പോ ചോദിക്കും, ഇപ്പച്ചിയെ കിട്ടിയോ, അർജുനേട്ടനെ കിട്ടിയോ? കാരണം തന്നെ ഓൻ ഇവിടെ വന്നു കഴിഞ്ഞാലും ഇവിടെ കുട്ടികളുണ്ടാവും, വീട്ടിലുണ്ടാവും, ഓൻ വീട്ടിലും വരും, വീട്ടിലും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പം കണക്കൂട്ടല് വീട്ടിൽ നിന്ന് നയിക്കും. അപ്പൊ ഈ കുട്ടികൾക്ക് മുട്ടായി വാങ്ങിക്കൊടുക്കും. വീടുമായിട്ട് നല്ല ബന്ധം, വീടായിട്ടൊക്കെ നല്ല ബന്ധാ. വീട്ടിലെ എല്ലാ കാര്യത്തിനും ഉണ്ടാവുന്ന കുട്ടികളാണ് ഇവർ എല്ലാവരും ഡ്രൈവേഴ്സ്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ ചോദ്യം ഒരു ഫാദർ എന്നുള്ള നിലക്ക് എനിക്ക് എന്താ പറയുക, ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ, നിന്റെ നാട്, നിന്റെ മൊത്തം സിസ്റ്റം പരാജയപ്പെട്ടു പോയി എന്നാൽ സഹിക്കാൻ കഴിയാത്ത വിഷയമാണ്. ഇതിന്റെ പേരിലാണ് ഉണ്ടാക്കിയ ബിസിനസ് മുഴുവൻ തകർന്നാലും വേണ്ടിയിലാണ് നിൽക്കുന്നത്. ഇതിന്റെ ഊർജം നൽകുന്നത് ഇന്നെ പഠിപ്പിച്ച ഉസ്താദും ഇന്നെ പഠിപ്പിച്ച അധ്യാപകരും ഇവരൊക്കെ തന്നെയാണ് ഇതിന്റെ പിന്നില്. ഇന്നെ പോലത്തെ വ്യക്തികള് ഈ രൂപത്തിൽ സമൂഹത്തിൽ ഒരു എന്താ പറയാ, നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് എന്നെ പഠിപ്പിച്ച് എന്റെ ഉസ്താദ്മാരെ വരെ ഇപ്പൊ എന്താക്കുകയാണ്, പല ചാനലുകളും എന്താക്കുകയാണ്, ഇതൊരു വർഗീയവൽക്കരിച്ചു കൊണ്ടുപോവുകയാണ്. ഞാൻ തിരയണത് ഒരു അർജുനാണെന്ന് എന്താ പറയാ, അവിടെ ഞാൻ നമ്മളാരും വേറെ ഒന്നും കാണില്ല. ഒരു മനുഷ്യനെ, നമ്മളെ ഒരു കൂടപ്പറപ്പിനെ തിരയാണ്.
ഇത് കാണാതെ ഇരുന്നിട്ട് എന്താക്കാണ് മറ്റു സ്ഥലത്ത് ഇരുന്നിട്ട് കമന്റുകൾ തന്നെ ബാഡ് കമന്റുകൾ. മനാഫിന്റെ ലോറിയിൽ ചന്ദനുണ്ട്, മനാഫിന്റെ ലോറിയിൽ അല്ല, അത് പറയുന്ന ആളുകൾ പറയട്ടെ. ഞാൻ പറയുന്നത് മനാഫിന്റെ ലോറിയിൽ ചന്ദ്രൻ ഉണ്ടെങ്കിൽ മനാഫ് എന്തായാലും അതിന്റെ പിന്നാലെ പോകില്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കിയാൽ. പിന്നെ എനിക്ക് ഡ്രൈവർമാരോട് പറയാനുള്ളത് പ്രത്യേക റിക്വസ്റ്റ് ആണ്. കുറച്ച് ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവും, കുറച്ച് ആളുകൾ എന്നെ അറിയപ്പെടുന്ന ആളുണ്ടാവും. അപ്പോ ഞാൻ പറയുന്നത് ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള ചാനൽ ഒന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഫോളോ ചെയ്യണം. ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ്, ചാനലുകാർ അവിടെ ഇല്ല എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യണം, ഇദ്ദേഹത്തെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് കാര്യങ്ങളൊന്നും ചെയ്യണം. കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹം ഒറ്റയ്ക്ക് പോയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പോഴും ഇദ്ദേഹത്തിന് വേണമെങ്കിൽ വണ്ടി വേണമെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം എടുക്കാം. കൂടെ പിറപ്പിനെ തിരിച്ചു വേണം എന്നുള്ള കണ്ടീഷനിലേക്കാണ് മനാഫ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് ശരിക്കും ഞാൻ വരെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്കൊരു പ്രൊട്ടക്ഷൻ വേണം എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രൊട്ടക്ഷനിൽ എന്റെ മുതലാളി കൂടെ ഉണ്ടാവുക എന്നുള്ള സാധനം വല്ലാത്തൊരു ഫീലിംഗ് ഉള്ള സാധനമാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാര്യം പല ആളുകളും ഉണ്ടാവും, 5 വിരലും 5 ടൈപ്പാണല്ലോ. അപ്പോ ഇത് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആളുണ്ടാവും, പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളുണ്ടാവും. അവരെ നമ്മൾ തിരുത്താൻ വേണ്ടി പോകുന്നില്ല. മനാഫ് ഭായിയുടെ ഒരു കാര്യം, എനിക്ക് അർജുനെ വേണം എന്നുള്ളത് തന്നെയാണ്. എന്റെ വണ്ടി പോട്ടെ, കുഴപ്പമുള്ള വിഷയം, പക്ഷെ അവനെ വേണം. അവന് എന്റെ വീട്ടുകാർക്കും മക്കൾക്കൊക്കെ വല്ലാത്ത ഇഷ്ടപ്പെട്ട ആള് തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തിരിച്ചു വേണം എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഒരു ഔദാര്യവും വേണ്ട, ഞങ്ങളായിട്ട് തിരയാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നാൽ മതി അല്ലെ? അതെ, എന്തായാലും താങ്കളുടെ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ദിവസങ്ങൾ വരെ ആയിട്ട് എല്ലാരും വന്നിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാല് വലിയ വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തു പോവാന്നല്ലാതെ സത്യം പറയുകയാണെങ്കിൽ ഇവരാരും ഉണ്ടാക്കിയില്ല, ഒരു തരത്തിലും സഹായിച്ചിട്ടില്ല. സങ്കടമുണ്ട് ഇത് പറയണേല്. എനിക്ക് ഒരു രാഷ്ട്രീയം ഇല്ല, എന്നെ പറ്റിയിട്ട് അന്വേഷിച്ചാൽ മതി. അതിന്റെ ഒന്നും പിന്നിൽ പോവാനുള്ള ഒരു സമയം ഉണ്ടായില്ല. ജീവിതം മുഴുവൻ എന്താക്കിക്കണ്, ഈ വയസ്സ് വരെ രാവും പകലും അധ്വാനിച്ചിട്ടാണ്. എന്താണ്, ആർക്കും കട്ടുപിടിച്ചും മോഷിച്ചിട്ടും ഒന്നുമല്ല, രാവും പകലും അധ്വാനിച്ചിട്ട് തന്നെയാണ് ഈ സ്ഥിതിയിൽ എത്തിയത്. ഇതുവരെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗവൺമെന്റിന്റെ മുന്നിലും പോയിട്ട് കെഞ്ചിട്ട് എനിക്ക് ഇന്ന ആനുകൂല്യം വേണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞമ്മക്ക് മേലുള്ള ഒരു കാര്യമാണ്. ഇത് ഇവരെന്നെ രാഷ്ട്രീയക്കാർ തന്നെ ഇതിൽ എന്താക്കണോ ഇടപെട്ട് ചെയ്തു തരേണ്ട വിഷയമാണ്. വന്ന് പറയാന്നല്ലാതെ ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും അവിടെ വന്നിട്ട് ചെയ്തതൊന്നും അവിടെ കാണാനില്ല. വളരെ സത്യത്തിൽ അയൽ സംസ്ഥാനമാണ്. ശരിക്കും അയൽ സംസ്ഥാനത്തിൽ നമ്മളെ കേരള സർക്കാരൊക്കെ ഒന്ന് പ്രഷർ ചെലുത്തുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആവുന്നു. അവര് വിളിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും അവിടെ എന്താ യഥാർത്ഥ ഗ്രൗണ്ടിൽ അതൊന്നും ഫലിക്കുന്നില്ല. അങ്ങനെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരൊറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരേണ്ട വിഷയമാണ് ഇപ്പൊ. ഇത് തീർക്കാതെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ നിരന്തരം. ഇപ്പൊ എന്റെ സ്വന്തം പേഴ്സണൽ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എന്താ പറയാ അറിയപ്പെടുന്ന ഒരു ഫാദറിന്റെ മോനാണ്. നമുക്ക് അത്യാവശ്യം സ്വത്തും കാര്യങ്ങളൊക്കെ ഫാദർ മരണപ്പെടുന്നതിന് മുമ്പ് ഉണ്ടാക്കി തന്നിരുന്നു. പക്ഷെ പണമായിട്ടൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ബിസിനസ് തുടങ്ങുന്നത്. ഈ നിന്റെ ബിസിനസ് വളർത്തിയത് നിന്റെ ജോലിക്കാരാ. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓരെ കൊണ്ടാണ് എന്റെ മക്കളും ഞാനും എന്റെ ഫാമിലി കഞ്ഞി കുടിക്കുന്നത്, അല്ലാതെ എന്നെ കൊണ്ട് കഴിയണമൊന്നുമില്ല. നയിക്കുന്നതിന് ഓർക്ക് ശമ്പളം കിട്ടുന്ന അത്രേ ഉള്ളൂ. പക്ഷെ നയിക്കുന്ന ശമ്പളം വാങ്ങുന്നതിന് പുറമെ ഇന്നെ കൂടി പോയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോ ഓർക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു സമയമാണിത്. അതായത് അതിൽ ഞാൻ ഇവരെ ഫാമിലിനെ ആരെയും ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ അർജുൻ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്റെ ഫാമിലി മൊത്തം ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ആണ്. ഞാനും എന്റെ ബ്രദറും ഒക്കെ നമ്മളാകെ നോക്കുന്നത് അർജുനെ മാത്രം ഫോക്കസ് ചെയ്യും. അതായത് അർജുൻ ഇപ്പൊ ഒരു പ്രയാസത്തിൽ പെട്ട് അർജുന്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ, അവന്റെ മലയാളിമാര് ഓന്റെ വീട്ടിലെത്തിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവും ഉറപ്പായിട്ടും. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതോട് കൂടിയിട്ട് അങ്ങോട്ട് എന്താ വിട്ടുപോവാൻ എന്തായാലും ഞാൻ തയ്യാറല്ല. കാരണം വിടാനുള്ള അതിന്റെ ആവശ്യമില്ല. അവിടുന്ന് ആ വണ്ടി കണ്ടെത്തും. വണ്ടി എടുത്ത് മേലെ എത്തുമ്പോ ഞാൻ മാറി നിൽക്കണ നിങ്ങൾ കണ്ടോളണ്ടി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിന്റെ ഉള്ളിൽ ചന്ദനാണോ കള്ളക്കടത്ത് മറ്റു വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ ഒക്കെ പരിശോധിച്ചോളേണ്ടി നിങ്ങള്. ആരും അത് ഒഴിവാക്കണ്ട. അത് മൊത്തം പാർട്സ് ആക്കി പരിശോധിച്ചോളേണ്ടി. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പണം ഉണ്ടോ, ചന്ദനുണ്ടോ, മറ്റെന്തുണ്ടോ എന്നുള്ള നിങ്ങൾ പരിശോധിച്ചിട്ട് അവിടെ തന്നെ തായിട്ടോളേണ്ടി. ഓനെ ഒന്ന് ജസ്റ്റ് നമുക്ക് തന്ന് നമ്മൾ ആ വഴിക്ക് വിട്ടോളാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് ഇനിയും തുടർന്ന് പോകേണ്ടതാണ്. എന്റെ ജോലിക്കാർക്ക് ഇനി എന്നോടൊരു വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല. മലയാളിക്ക് പിന്നെ എന്റെ മക്കളെ മുഖത്തേക്ക് എനിക്ക് നോക്കേണ്ടതാണ്.
ഓരോ വാപ്പ തോറ്റൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു. ഇത് എല്ലാ മനുഷ്യന്മാർക്കും ഒരു പാഠമാവും. തീർച്ചയായും എല്ലാവർക്കും ഒരു പാഠമാവട്ടെ എന്ന് ഞാൻ പറയണം. കാര്യം വെച്ചാൽ അത്രയും ലെവലിലേക്ക് ചിലപ്പം ഡ്രൈവറെ തിരിച്ചു വേണം എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും മനാഫ്ക, എന്തായാലും നിങ്ങളുടെ ആ പ്രയത്നം എന്തായാലും അർജുനെ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെ നമുക്ക് നിൽക്കട്ടെ. ഇനി മിക്കവാറും ഇത് ഈ രൂപത്തിൽ പോയില്ലെങ്കിൽ എന്റെ കൂടെ എനിക്കറിയാം, മൊത്തം കേരളം മലയാളികൾ മൊത്തം എന്റെ കൂടെ ഉണ്ട്. മലയാളികൾ കൂടെ ഉണ്ടായതുകൊണ്ടാണ് മീഡിയാസ് കൂടെ നിന്നത്. മീഡിയാസ് കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാർ വന്നത്. ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെ ഇതൊരു ബെൽറ്റാ, ഇത് ഈ സാധാരണ ഒരു വീട്ടിലെ ഒരു അംഗമായി മാറി. ഇത് വലിയൊരു പോയിന്റാണ്. അതായത് നിങ്ങളെപ്പോലുള്ള ആള്, ഞാനൊക്കെ ഉദ്ദേശിച്ചത് ഇപ്പോ അർജുന് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് എപ്പോഴും ഈ സംഭവം സോഷ്യൽ മീഡിയയിലാവട്ടെ മറ്റുള്ള സംഭവത്തിലാവട്ടെ കത്തിക്കൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ ഇതിന് ചൂടുണ്ടാവുള്ളൂ. ശരിക്കും ഇല്ല, ഇതില് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താന്ന് കഴിഞ്ഞാൽ വെറും ഒരു അർജുനൻ ശരിക്കും ഒരു പ്രതീക. അർജുൻ പോയി, ഓക്കെ, ഐ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അർജുൻ പഠിപ്പിച്ച കുറെ പാഠങ്ങളുണ്ട്. അതായത് അർജുൻ എന്ന് പറഞ്ഞ ഒരു വിഷയം നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ നിരന്തരം ആളുകൾ കേരളത്തിന്റെ പുറത്തേക്ക് യാത്ര ചെയ്യുന്നതാ. പല ആളുകളും ഈ യാത്രകൾ ചെയ്യുമ്പോൾ ഓന്റെ ഉള്ളിൽ ഒരു ധൈര്യം എന്ന് പറയുന്നത് ഇനി വേറൊരു അർജുൻ ഉണ്ടാവാൻ പാടില്ല. അല്ല, അതല്ല, ഞാൻ ഈ നാട്ടില് വിട്ടിട്ട് കേരളം വിട്ടു പോകുമ്പോൾ അന്യ സ്റ്റേറ്റുകൾ എത്തുമ്പോൾ ഇനി എന്തെങ്കിലും ഒരു അപകടം എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം കേരളം ഇറങ്ങണം, ഇന്റെ അടുത്തേക്ക് വരും, ഇന്നെ തേടി ഇന്റെ കേരളം മലയാളികൾ മൊത്തം വരും എന്നുള്ള ബോധം ഒരു ഡ്രൈവർക്കോ ഒരു യാത്രികനോ ഉണ്ടാവുമ്പോ അതിനുണ്ടാവുന്ന ആ ഒരു ധൈര്യം എന്താ പറഞ്ഞാൽ അത് ആ സ്റ്റേറ്റിലുള്ളവനും വിചാരിക്കണോ, അയ്യോ ഇതൊരു മലയാളി ആണല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് ഓർക്ക് തോന്നണോ. അതായത് ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞ മാതിരി, അതായത് ഈ ലോകത്ത് ഇങ്ങനെ പൗരന്മാർക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് അമേരിക്കയും ഇസ്രായേലും മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഈ അർജുന്റെ വിഷയത്തിലാണ് ഒരു പൗരന് ഇനി മുതൽക്ക് എന്താ പറഞ്ഞ ഒരു സ്റ്റേറ്റ് വിട്ടു പോയിട്ട് എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ആളുകളെ നമ്മൾ കൂടെ നിന്ന് കൊടുക്കണം. അത് അർജുൻ പഠിപ്പിക്കുന്ന ഒരു പാഠം അതാണ്. അർജുൻ പഠിപ്പിക്കുന്ന കുറെ പാഠങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. അത് നമ്മൾ എന്തായാലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. തീർച്ചയായും ഞാൻ പറയുന്നത് ഡ്രൈവർമാരൊക്കെ കൂടെ വേണം. മനാഫ് ഭായിക്ക് ശരിക്കും സപ്പോർട്ട് നല്ല ലെവലിൽ നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചു കിട്ടട്ടെ. തെരച്ചിൽ നിർത്തി അതിനപ്പുറത്തേക്കുള്ള പല സംഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സഹായം വീണ്ടും എടുത്തു പറയാണ്. ഡ്രൈവർമാരെ, നിങ്ങളുടെ സഹായം എന്തായാലും മനാഫിന് ഇപ്പൊ ആവശ്യമുണ്ട്. കാര്യം ഒറ്റയ്ക്കാണ് ഇനി പൊരുതാൻ വേണ്ടി പോകുന്നത്. നന്ദി, നമസ്കാരം.